കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ പ്രത്യേകിച്ച് കഴിഞ്ഞ 50 ആഴ്ചവട്ടങ്ങൾ നമുക്ക് ഒരുമിച്ച് എല്ലാ ബുധനാഴ്ചയും വന്നുകൂടുവാൻ ചില ആഴ്ചകളിൽ നമുക്ക് ബുധനാഴ്ച സാധ്യമായി തീർന്നില്ല. കാരണം ചില അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് വ്യാഴാഴ്ചകളിലൊക്കെ നടത്തി. അങ്ങനെ ബുക്ക് ഓഫ് ആക്ട്സ് അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ, 14 വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്നത്തെ ഈ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കായിട്ട് കർത്താവിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്ക് നമുക്ക് ആക്ട്സ് ചാപ്റ്റർ 15 നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ആർക്കെങ്കിലും ഒരാൾക്ക് അതിൻ്റെ പ്രാരംഭ 4 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് വായിക്കാമല്ലോ. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്ക്കേനയിലും ശമരിയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിൽ എത്തിയപ്പോൾ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ട് ദൈവം തങ്ങളോട് കൂടി ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം എന്ന് പറയുന്നത് ജെറുസലേം കൗൺസിൽ കൂടിയ അധ്യായമാണ്. അപ്പോസ്തല പ്രവൃത്തി 15. ചർച്ചിനോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയാണ് യെരുശലേം കൗൺസിൽ കൂടിയത്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ട് മുതൽ ഈ കാലഘട്ടം വരെ നിരവധിയായ സിനഡുകൾ അല്ലെങ്കിൽ സഭാ കൗൺസിലുകൾ പല രാജ്യങ്ങളിൽ കൂടിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ആദ്യ പതിപ്പായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യെരുശലേം കൗൺസിലിനെയാണ്. ചർച്ചിന് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെ ചർച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചർച്ചിന് പറയാനുള്ളത്, അല്ലെങ്കിൽ എടുക്കേണ്ടുന്ന തീരുമാനം, അതിനുവേണ്ടി യെരുശലേമിൽ അപ്പോസ്തലന്മാരും സഹോദരന്മാരെല്ലാവരും കൂടെ കൂടിയ ആ കൗൺസിലിനെ യെരുശലേം കൗൺസിൽ എന്നാണ് വിളിക്കുന്നത്. അതിനുള്ള പശ്ചാത്തലം നമ്മൾ ഇവിടെ വായിച്ചു. വെറുതെ കൂടുകയായിരുന്നില്ല, 1 വർഷമായി അതുകൊണ്ട് നമുക്ക് കൂടാം എന്നായിരുന്നില്ല അവരുടെ തീരുമാനം. അല്ലെങ്കിൽ 10 വർഷമായ ഒരു മീറ്റിംഗ് ആണല്ലോ, ഒരു ആനുവൽ പ്രോഗ്രാമായി കൂടിയതല്ല, ഒരു അടിയന്തര വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് അവരവിടെ കൂടിയത്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് അതിൻ്റെ വിഷയം നമ്മൾ കണ്ടു. അത് ഞാൻ പിന്നീട് അതിനെപ്പറ്റി പറയാം. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും 3 യാത്രകളിലെ, അല്ലെങ്കിൽ പൗലോസ് നടത്തിയ 3 യാത്രകളിലെ 1-ാമത്തെ യാത്രയെപ്പറ്റിയുള്ള വിവരണമാണ് 13, 14 അധ്യായങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ 1-ാം മിഷണറി ജേർണിയിൽ അവർ അഭിമുഖീകരിച്ച ചില തർക്ക സംഗതികളെപ്പറ്റി യേശുക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്ത അപ്പോസ്തലന്മാർക്ക് ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്നും യെരുശലേമിലെ സഭയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നും കേൾക്കുവാൻ വേണ്ടിയാണ് ബർന്നബാസും പൗലോസും യെരുശലേമിലേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്, പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും സഹോദരന്മാരുടെയും ഒക്കെ മിഷണറി യാത്രകൾ സഭയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണ്. ഇങ്ങനെ അവർ യാത്ര ചെയ്തതുകൊണ്ടാണ് യെരുശലേമിനപ്പുറം, അല്ലെങ്കിൽ യഹൂദയ്ക്കപ്പുറം, ശമര്യയ്ക്കും ഗലീലയ്ക്കുമൊക്കെ അപ്പുറം ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം കടന്നു ചെന്ന് അനേകർ യേശുക്രിസ്തുവിൻ്റെ സത്യവചനത്തെ അറിയുവാനും രക്ഷാനുഭവം പ്രാപിപ്പാനും അത് കാരണമായി തീർന്നു. പത്രോസ് കൊർന്നലിയോസിൻ്റെ വീട്ടിൽ ചെന്ന് നടത്തിയ സുവിശേഷീകരണവും, അതുപോലെ ലുസ്രയിൽ നടന്ന പ്രവർത്തനവും, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ കടന്നുപോയി നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. എന്നാൽ ലീഡർഷിപ്പ് പോളിൻ്റെ കാര്യത്തിലേക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ബുക്ക് ഓഫ് ആക്ട്സ് നമ്മൾ കാണുന്നത് മറ്റ് ജാതികമായ സ്ഥലങ്ങളിലേക്ക്, ജാതീയമായ സ്ഥലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതർ നേഷൻസ്, ഈ ജാതിക
പദപ്രയോഗം പലപ്പോഴും വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ജാതി വ്യവസ്ഥിതി മലയാള മനസ്സിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ജാതികളെന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരല്ലാത്ത അതർ നേഷൻസ്, അവരുടെ അരികിലേക്ക് സുവിശേഷം കടന്നു ചെന്നു. അവരെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടിയും അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയും എഴുതിയ ലേഖനങ്ങളാണ് ഇന്ന് ബൈബിളിൽ നമുക്ക് ലേഖനങ്ങളായി. റോമാലേഖനം മുതൽ നമ്മളുടെ വെളിപ്പാട് പുസ്തകത്തിന് മുമ്പേ ഉള്ള യൂദയുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങളും പോൾ എഴുതിയതാണ്. ബൈബിളിലെ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ ക്രെഡിറ്റ് അപ്പോസ്തലനായ പൗലോസിനാണ്. അങ്ങനെ ഈ ലേഖനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സംഭാവന വലുതാണ്. അതുകൊണ്ടാണ് ഇന്നും ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു കാര്യം, ഡോക്ട്രിനൽ ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കണമെങ്കിലോ ചർച്ച ചെയ്യണമെങ്കിലോ നമ്മൾ പെട്ടെന്ന് കടന്നു ചെല്ലുന്നത് ലേഖനങ്ങളിലാണ്. സ്തോത്രം. ഇവയെല്ലാം ഇൻ നേച്ചർ അപ്പോളജറ്റിക് ആയിരുന്നു. സഭയ്ക്ക് നേരെ കടന്നു വന്നതായ ദുരുപദേശങ്ങൾക്കെതിരെ എഴുതപ്പെട്ടതായിരുന്നു ഈ ലേഖനങ്ങളെല്ലാം. അപ്പോളജറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന വിവിധങ്ങളായ ഉപദേശങ്ങൾക്കും വിവിധങ്ങളായ തർക്കസംഗതികൾക്കുമെതിരെ എന്താണ് ദൈവസഭയുടെ സ്റ്റാൻഡ്. സ്തോത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടെ യൗവനക്കാർക്ക് വേണ്ടിയുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ വന്ന ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ തന്നെ വേണം സ്നാനപ്പെടുത്തേണ്ടുന്നത് എന്ന ഒരു ചിന്ത ഈ കാലഘട്ടത്തിലുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ചില സംഗതികളെ പറ്റി ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ അവിടെ വന്നു. അപ്പം ഇത് ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ പോസ്റ്റ് മോഡേണിറ്റിയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന പലരും ഈ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഞാനപ്പോൾ അവിടെ പറഞ്ഞൊരു വിഷയം ഇതാണ്: ചർച്ചിന്റെ റിഫോർമേഷനോടുള്ള ബന്ധത്തിൽ, ചർച്ചിന്റെ നവീകരണത്തോടുള്ള ബന്ധത്തിൽ, നവീകരണം സംഭവിച്ച ആ മുമ്പോട്ടുള്ള പോക്കിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് എഴുന്നേറ്റത്. ഒന്ന്, നവീകരണത്തിന്റെ ലെഫ്റ്റ് വിങ്ങും നവീകരണത്തിന്റെ റൈറ്റ് വിങ്ങും. നമുക്കറിയാം കേരളത്തിലെ റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്. റൈറ്റ് വിങ്ങായി നിലകൊള്ളുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയിൽ. അതിൻ്റെ ലെഫ്റ്റ് വിങ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സ്തോത്രം. അവർ ഭയങ്കര ലിബറലായി ചിന്തിക്കുന്നവരാണ് ലെഫ്റ്റ് വിങ്. സ്തോത്രം. ലെഫ്റ്റ് വിങ്ങിൻ്റെ റിഫോർമേഷന്റെ ലെഫ്റ്റ് വിങ് ആണ് ബ്രദറൻ സഭകൾ. അവർ പറയുന്നു നമുക്കൊരു പാസ്റ്ററുടെ ആവശ്യമില്ല, വി ആർ ഓൾ ബ്രദറൻ, വി ആർ ഓൾ ബ്രദേഴ്സ്, നമുക്കൊരു ലീഡർഷിപ്പിന്റെ ആവശ്യമില്ല. അപ്പം ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നാണ് വീട്ടിലെ പിതാവ് തന്നെ മകനെ സ്നാനപ്പെടുത്തിയാലും മകളെ സ്നാനപ്പെടുത്തിയാലും അതാണ് നല്ലത് എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് ചില ആളുകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ എന്നും കണ്ടും എന്നും സംസാരിച്ചും എന്നും ഇടപഴകി നിൽക്കുന്ന ഒരു പിതാവിനേക്കാൾ ഒരുപക്ഷെ ആത്മീയ ഒരു സീരിയസ്നെസ് ആ വിഷയത്തിൽ ഉണ്ടാകണം. ഒരു ചർച്ചിലെ പാസ്റ്റർ ആകുമ്പോൾ, ഒരു ശുശ്രൂഷകനാകുമ്പോൾ ഒരു റെസ്പെക്റ്റ്, ഒരു ശുശ്രൂഷകൻ എന്ന റെസ്പെക്റ്റ്, ഒരു ബഹുമാനം. സ്തോത്രം. അല്ലെങ്കിൽ ഒരു പിതാവിന്, എല്ലാ പിതാക്കന്മാർക്കും ഒരുപക്ഷെ ദൈവവചനത്തിൽ നിന്നുള്ള ആധികാരികമായ വെളിപ്പാടുകളോ അറിവുകളോ ഒന്നും അത്തരത്തിൽ ലഭിക്കുകയില്ലായിരിക്കാം. എന്നാൽ ഒരു ശുശ്രൂഷകനാകുമ്പോൾ ദൈവവചനത്തെ പറ്റിയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡൗട്ടുകളൊക്കെ കടന്നു വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി പറയുവാൻ തക്ക രീതിയിൽ അവർ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള 1-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ മാര്യേജ് എങ്ങനെയായിരിക്കണം, സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ചർച്ചിനോടുള്ള ബന്ധത്തിൽ അവരുടെ റോൾ എന്താണ്, പ്രത്യേകിച്ച് രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രവൃത്തിക്ക് എന്താണ് അടിസ്ഥാനപരമായി കാരണമുള്ളത്, രക്ഷയ്ക്ക് പ്രവൃത്തി കാരണമാണോ, ഇതിനോടുള്ളൊക്കെ ബന്ധത്തിലാണ് പോള് തൻ്റെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. പ്രിയരെ, അങ്ങനെ നമ്മൾ ഈ വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ, ഈ ലേഖനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലഭിക്കാൻ തന്നെ കാരണം അവയിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടത് പോളിന്റെ മിഷണറി ജേർണിയോടുള്ള ബന്ധത്തിൽ പോള് കടന്നുപോയപ്പോൾ കണ്ട കാര്യങ്ങൾ, അവരഭിമുഖീകരിച്ച കാര്യങ്ങൾ, പോളിനോട് എഴുതി ചോദിച്ച കാര്യങ്ങൾ, അതിനുള്ള മറുപടികളാണ്
ദൈവവചനവുമായി നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ നമുക്ക് ലഭിച്ചതായ നമ്മുടെ സംഭാവന, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചതായ ആ വലിയ മുതലെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ദൈവമക്കളെ ചില പൗലോസിൻ്റെ മിഷണറി യാത്രയോടുള്ള ബന്ധത്തിലെ ചില കാര്യങ്ങൾ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒന്ന് നോക്കണേ, നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പിക്ചർ ഇവിടെ കാണുവാൻ കഴിയും. ഇതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്ര. ഈ റെഡ് ലൈൻ, ഇതാണ് പോള് യാത്ര. അന്ത്യോക്യയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചു. നോക്കണം, കുപ്രോസിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ കടന്നുപോയ സ്ഥലങ്ങൾ, വീണ്ടും അവിടെ നിന്ന് മടങ്ങി അവര് പലപ്പോഴും കരമാർഗത്തെക്കാൾ കൂടുതൽ അവര് കപ്പലിലും ബോട്ടുകളിലും ഒക്കെയാണ് ഈ സുവിശേഷ യാത്രയ്ക്ക് വേണ്ടി അവര് ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ സ്ക്രീനിൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ, ഞാൻ കഴിഞ്ഞ ദിവസം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ആ സ്ഥലങ്ങളെ 3ആയി തരംതിരിച്ച് നിങ്ങളെ കാണിച്ചു തന്നതുപോലെ, ഈ പോളിൻ്റെ ഫസ്റ്റ്, അല്ലെങ്കിൽ പോളിൻ്റെ ബർന്നബാസിൻ്റെ ഫസ്റ്റ് മിഷണറി ജേർണിയിൽ അവർ യാത്ര ചെയ്ത സ്ഥലങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. നമുക്കിനി മടങ്ങി വരാം. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ പോളിൻ്റെ മിഷണറി ജേർണി, അല്ലെങ്കിൽ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും സുവിശേഷീകരണത്തിനുള്ള യാത്രകൾ നമുക്ക് നൽകിയ സംഭാവനകൾ വലുതാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്തോത്രം, എങ്ങനെ ഒരു പയനിയർ വർക്ക്, ഒരു പുതിയ വേല ആരംഭിക്കാമെന്ന് ഒരിക്കലും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു പുതിയ വേല ആരംഭിക്കാമെന്ന് ഈ മിഷണറി ജേർണി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പുതിയ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ എങ്ങനെ, അതിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം. പോളും ബർന്നബാസും ഒക്കെ അവരുപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഫെമിലിയറായ, പരിചയമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ് പോകുന്നത്. അതിന് പലപ്പോഴും അവർ തിരഞ്ഞെടുത്തത് സിനഗോഗുകളെയാണ്. സിനഗോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്ന യഹൂദന്മാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ ചുരുക്കം ആളുകളെ ഉള്ളൂ എങ്കിലും അവർക്ക് കൂടി വരുവാൻ വേണ്ടി, വചനം പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടമായിരുന്നു സിനഗോഗുകൾ. പോളൊക്കെ പുഴയോരത്ത് കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിൽ പോളും അല്ലെങ്കിൽ ബർന്നബാസും ശീലാസും ലൂക്കോസും ഈ സഹോദരന്മാരൊക്കെ കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചത് എന്നാണ് നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പൈനിയർ വർക്ക്, ഒരു പുതിയ പ്രവർത്തനം ഒരു സ്ഥലത്ത് എങ്ങനെ ആരംഭിക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ യാത്രകൾ. മാത്രമല്ല, ഈ യാത്രകളിലൂടെ വെറുതെയുള്ള യാത്രകളായിരുന്നില്ല. ഈ യാത്രകളിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നേടിയ ആളുകളെ മറന്നുപോയി ഒരു പുതിയ പ്രവർത്തനം. ഒരു പാസ്റ്റർ അടുത്ത ചർച്ചിലേക്ക് പോകുന്നു, ആദ്യത്തെ ചർച്ചിനെ പൂർണ്ണമായും മറന്ന്, ഇന്നത്തെ പാസ്റ്റർമാരും അവരുടെ ട്രാൻസ്ഫറുകളും പോലെ ഉള്ളതല്ല. ഒരു ചർച്ചിൽ നിന്ന് ട്രാൻസ്ഫറായി അടുത്ത ചർച്ചിലേക്ക് പോകുന്നു, അവരെപ്പറ്റി തികച്ചും മറന്നു പോകുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരെ ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ പോകുന്ന ഒരു യാത്രയായിരുന്നില്ല പോളിൻ്റെ. കാരണം താൻ ഒരു അമ്മ നൊന്ത് പ്രസവിച്ച മക്കളെ നോക്കുന്നത് പോലെ തന്നെയാണ് അവർക്കൊരു വേദന വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആളുകൾ കടന്നു വന്ന് അവരെ പറ്റി പറയുമ്പോൾ, ഉദാഹരണം കൊരിന്തിൻ്റെ സഭയെ പറ്റി പറയുമ്പോൾ 2 ലേഖനങ്ങളാണ് എഴുതിയത്. 1-ാമത്തെ ലേഖനം അവരുടെ തെറ്റുകളെ അവരെ കാണിക്കുവാനും അവരെ ശകാരിക്കുവാനും എഴുതുകയാണെങ്കിൽ, പിന്നീട് താൻ അറിഞ്ഞു അവർക്കതിൽ വേദനയുണ്ടായി, അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് 2-ാമത്തെ ലേഖനം എഴുതിയത്. അപ്പം ഒന്ന്, യാത്ര ചെയ്ത് അവരുടെ യാത്രകൾ എങ്ങനെ ഒരു പൈനിയർ വേല, ഒരു വർക്ക് ആരംഭിക്കാമെന്നും, അതിനുശേഷം എങ്ങനെ അവരെ ക്രിസ്തുവിൽ നിലനിർത്താം, തൻ്റെ പ്രസൻസ് ഇല്ലാതിരിക്കുമ്പോഴും ഞാൻ ദൂരസ്ഥനെങ്കിലും എൻ്റെ ലേഖനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ലേഖനം അവിടെ വായിക്കുമ്പോൾ, പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന്, ഒരുപക്ഷെ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ഒരു ബുക്ക് കരത്തിൽ ഉയർത്തി ഇങ്ങനെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ലേഖനം വായിക്കുമ്പോൾ, അവരുടെ മുമ്പിൽ പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പിക്ചറാണ് അവർക്ക് തോന്നുന്നത്. പോളിൻ്റെ ലേഖനങ്ങൾ ഘനമുള്ള ലേഖനങ്ങളായിരുന്നു. സ്തോത്രം. മാത്രമല്ല, പോള് സുവിശേഷം അറിയിച്ചിട്ട് പോളും മറ്റ് സഹോദരന്മാരും പോയി കഴിഞ്ഞപ്പോൾ പലയിടത്തും സാൽവേഷൻ ബൈ വർക്ക് എന്ന ഒരു ചിന്ത അനേക സ്ഥലങ്ങളിൽ ഉയർന്നു. സ്തോത്രം. അപ്പം സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് ഓൺലി എന്ന ആ തിയോളജിക്കലി പ്രൊഫൗണ്ടായ, തിയോളജിക്കലി ഉയർന്നു നിൽക്കുന്ന ആ ചിന്ത നമുക്കും ലഭിക്കുവാൻ കാരണം ഈ സുവിശേഷ യാത്രകളാണ്. അത് മാത്രമല്ല, പോൾ വാസ് എ ബ്രിഡ്ജ് ബിൽഡർ ബിറ്റ്വീൻ ജെൻറ്റൈൽസ് ആൻഡ് ജൂസ്. അദ്ദേഹം
ഒരു യഹൂദനായിരുന്നു. മാത്രമല്ല യഹൂദന്മാരിലെ പരീശനായിരുന്നു. അപ്പം പരീശനായ മനുഷ്യൻ ഈ യഹൂദന്മാർക്കും ജാതികൾക്കുമിടയിൽ, മറ്റ് അതർ നേഷൻസിനും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു നടുച്ചുവരുണ്ടായിരുന്നു. സ്തോത്രം. ഒരുപക്ഷെ ജെൻഡയിലായ ഒരു സഹോദരൻ കടന്നു വന്ന്, ഇപ്പം ഉദാഹരണത്തിന് ഈ എഴുതിയ ലൂക്കോസ് ആണ് ഈ രീതിയിൽ കടന്നുപോയതെങ്കിൽ ഇത്രത്തോളം അക്സെപ്റ്റൻസ് യഹൂദന്മാരുടെ ഇടയിൽ ലഭിക്കുകയില്ലായിരുന്നു. പോളാണ് കടന്നുപോയത്. ഹി ബിക്കേം എ ബ്രിഡ്ജ് ബിൽഡർ. അദ്ദേഹം ഒരു പാലം പണിയുന്നവനായി തീർന്നു. സ്തോത്രം. ആ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുവാനായിട്ടാണ് ഇപ്പോൾ ഇവർ യെരുസലേമിൽ കടന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല, ആക്ടിവിറ്റി ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ എങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലരൊക്കെ പല രീതിയിൽ പരിശുദ്ധാത്മാവ് 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ പ്രവർത്തിച്ചുള്ളൂ, അന്ന് പ്രവർത്തിച്ചതുപോലെ മാത്രമല്ല ഇന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് പുതിയ രീതികളിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന് നമുക്ക് ലിമിറ്റേഷൻ വയ്ക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് ഈ ഭൂമിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഈ കാലഘട്ടത്തിലും എന്തും പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എങ്ങനെയായിരിക്കുമെന്ന് വളരെ നന്നായി നമ്മളൊന്നും കടന്നു പോകുന്ന ഒരുപക്ഷെ ഇന്ന് നമ്മളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കൊക്കെ അപ്പുറമായി കടന്നുപോയ, നമ്മൾ പറയും ഇന്നത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ആയിരിക്കാം. അങ്ങനെയല്ല, നമ്മളൊന്നും കടന്നു പോയിട്ടില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ പോളും മറ്റ് സഹോദരന്മാരും കടന്നു പോയിട്ടുണ്ട്. ഇന്നത്തെ പോലെയുള്ള കൺവീനിയൻസ് ഒന്നും അന്നില്ലായിരുന്നു. അന്നുള്ള യാത്രാ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. അവർ ബോട്ടുകളിൽ കടന്നു പോകുന്നു, അവർ കടൽക്ഷോഭത്തിലകപ്പെടുന്നു. കരയിൽ വെച്ച്, പോളത് പറയുന്നുണ്ട്, കരയിൽ വെച്ച് കള്ളന്മാരാലും കടലിൽ വെച്ച് തിരമാലകളാലും, അതുപോലെ പട്ടിണി, പൈതാഹം, നഗ്നത, അതുപോലെ അടിയേൽക്കുക, കാരണം കൂടാതെ ശിക്ഷയേൽക്കുക, ഈ കാരണങ്ങളിലൂടെയൊക്കെ അവർ കടന്നുപോയതാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ സുവിശേഷ യാത്രയിൽ പോളും ശേഷം സ്നേഹിതരും അവർ കടന്നുപോയ പ്രതികൂലത്തിന്റെ അവസ്ഥകൾ വലുതായിരുന്നു. അതിലൂടെ നമുക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി 1-ാം നൂറ്റാണ്ടിൽ നടന്നതെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. പോള് ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ, യൂതികസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പോളിന്റെ പ്രസംഗം കേട്ട് പോളായിരുന്നുവല്ലോ, പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. തൻ്റെ സെന്റ് ഓഫ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോൾ അങ്ങ് വാചാലനായി. വിൻഡോയുടെ അടുത്തിരുന്ന് പ്രസംഗം കേട്ട ഒരു സഹോദരൻ, പുറത്തു നല്ല നല്ല കുളിർമയായിട്ടുള്ള കാറ്റൊക്കെ അടിച്ച് ഇദ്ദേഹം ഉറങ്ങിപ്പോയി. ദൈവകൃപയാൽ ഈ സഹോദരൻ അകത്തേക്കല്ല വീണത്. അകത്തേക്ക് വീണായിരുന്നുവെങ്കിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആരുടെയെങ്കിലും മുകളിൽ താൻ വീണനെ. താൻ ആർക്കും ഹാം വരുത്താതെ തനിക്ക് തന്നെ ഒരു പ്രയാസം വരുന്ന രീതിയിൽ താൻ പുറത്തേക്കാണ് വീണത്. എന്താ അവിടെ സംഭവിച്ചത്? മീറ്റിംഗ് ആസ്വാദം പറഞ്ഞ് നിർത്തിയില്ല, ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പോൾ താഴോട്ടിറങ്ങി തൻ്റെ മേൽ വീണ് തഴകി തന്നെ ജീവനുള്ളവനായി ആ മീറ്റിംഗിലേക്ക് കൊണ്ടുവന്ന് നോക്കണം. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. സ്തോത്രം. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പലപ്പോഴും ഈ കഥകളൊക്കെ അല്ലെങ്കിൽ അനുഭവങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അത് കിടക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഏകദേശം ഇന്നേക്ക് എനിക്ക് തോന്നുന്നു ഒരു 35 വർഷങ്ങൾക്ക് മുമ്പാണ്, 34-35 വർഷങ്ങൾ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയത്താണ്. വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ചിനോട് ചേർന്നൊരു വീട് ഉണ്ടായിരുന്നു. ആ വീട് അന്നത്തെ പഴയ രീതിയിലുള്ള വീടാണ്. അന്ന് തന്നെ അതൊരു 100 വർഷം പഴക്കമുള്ള വീടാണ്. 2 നില വീടാണ്, തടികളാൽ നിർമ്മിച്ച വീടാണ്. അതിന് മുകളിലൊരു വള്ളം ഇരിപ്പുണ്ട്. അപ്പം ആ വീട്ടിൽ അന്നും ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റി പോയ സമയത്ത് അവിടുത്തെ ഒരു പെട്രോൾ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിച്ച് ഒരു ആണി അവിടെ അടിച്ചിരുന്നു. ഈ ആണിയിൽ അത് തൂക്കിയിട്ടിരുന്നു. ഈ പ്രാർത്ഥന, ഇപ്പൊ ഈ പെട്രോമാക്സിന്റെ മുകളിൽ നിന്നൊരു പ്രത്യേക ചൂട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഈ ചൂട് ഉയർന്ന് ഈ തൂക്കിയിട്ടിരുന്ന ഈ ആണി അങ്ങ് പഴുത്തു. ആരും കാണുന്നില്ല. പ്രസംഗം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ പെട്രോമാക്സ് വന്ന് ഞങ്ങൾ ദാനിയേൽ ബ്രദർ എന്ന് ദാനിയേൽ സഹോദരൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇദ്ദേഹത്തിന്റെ തലയിലേക്കാണ് വന്ന് വീഴുന്നത്. പെട്ടെന്ന് ഭയങ്കര ശബ്ദവും, ദൈവകൃപയാൽ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. ഇനിയും അന്നത്തെ മീറ്റിംഗ് വല്ലതും പറ്റിയായിരുന്നെങ്കിലും എനിക്ക് ചിന്ത വരുന്നു, അന്ന് അടിയന്തരമായിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. പക്ഷേ പോളിന്റെ ശുശ്രൂഷയിൽ പെട്രോമാക്സ് അല്ല വീണത്. പോളിന്റെ ശുശ്രൂഷയിൽ ഒരു മനുഷ്യൻ തന്നെയാണ് താഴേക്ക് വീണത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്തായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആ മനുഷ്യനെ ജീവനുള്ളവനായി അവർക്ക് തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. സ്തോത്രം. ഇന്നും ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് വെക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് നമുക്ക് ഒരിക്കലും ഒരു അതിര് വെക്കുവാൻ കഴിയത്തില്ല. ഈ രാത്രിയിലെ മീറ്റിങ്ങിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ എന്തൊക്കെ ആവശ്യത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിൻ്റെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല, അടുത്തൊരു കാര്യം, പോളും തൻ്റെ സഹോദരന്മാരൊക്കെ കടന്നു പോയിടത്തൊക്കെ മെസ്സേജ് ഓഫ് റിസറക്ഷൻ എന്ന് പറയുന്നതായിരുന്നു അവരുടെ മെയിൻ ടോപ്പിക്. അഥേനയിൽ ഏതൻസിൽ വെച്ച് അദ്ദേഹത്തെ പിടിച്ചു. ഈ വിടുവായവൻ ഇനി എന്താണ് പറയാൻ പോകുന്നത്? നവീന കാര്യങ്ങളെ പറ്റി വല്ലതും പറയുമോ? പോൾ അവിടെ ചെന്നപ്പോൾ ഏതെങ്കിലും താൻ ശുശ്രൂഷിച്ചപ്പോൾ നടന്ന അത്ഭുതത്തെ പറ്റി അല്ല പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ റിസറക്ഷനെ പറ്റിയാണ് പറഞ്ഞത്. താൻ എഫെസോസിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഈ റിസറക്ഷനെ പറ്റിയാണ് പറയുന്നത്. കൊരിന്തിലുള്ള ആളുകൾ റിസറക്ഷനിൽ വിശ്വസിക്കാതിരുന്നപ്പോൾ പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വ്യർത്ഥമെന്ന് വരും. സ്തോത്രം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് മാനുഷികമെന്ന് വരും. അപ്പം നമ്മൾ ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 15 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് വായിക്കുന്നത് മരണവീടുകളിലാണ്. സ്തോത്രം. ഇത്രത്തോളം ഈസി ആയിട്ട് ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു അധ്യായം മുഴുവനും നമുക്ക് വായിക്കുവാൻ ലഭിച്ചിരിക്കുന്നത് ആ അധ്യായത്തിൽ നിന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ റിസറക്ഷന്റെ മെസ്സേജാണ്. ആക്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പോള് കൊരിന്തിലേക്ക് പോകുന്നതിന് മുമ്പ് അഥേനയിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നും താൻ ബുദ്ധിജീവികളുടെ മുമ്പിൽ സംസാരിച്ചത് എന്തെങ്കിലും തനിക്ക് ഈസിയായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നില്ല. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കി എടുക്കുവാൻ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ് റിസറക്ഷൻ. എന്താണ് റിസറക്ഷൻ? സ്തോത്രം. അത് ഈസിയാണ് പറയാൻ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. മരിച്ച് മണ്ണിലേക്ക് ലയിച്ചു തീർന്ന ബോഡി, അസ്ഥികളുമില്ല, ഒന്നുമില്ല, അതിന് ഒരു ലിറ്ററൽ ഫിസിക്കൽ റിസറക്ഷൻ ഉണ്ട് എന്നുള്ളത് പ്രസംഗിച്ച് തെളിയിക്കുവാൻ പ്രയാസകരമായ കാര്യമാണ്. പോൾ അത് ചെയ്തു. സ്തോത്രം. ആളുകളൊക്കെ പലപ്പോഴും അവർക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടെ ഈസി ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു മെസ്സേജ് ആയിരിക്കും പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ പോളിനോടുള്ള ബന്ധത്തിൽ പോൾ എവിടെയൊക്കെ കടന്നു ചെന്നു, റിസറക്ഷൻ തൻ്റെ ഒരു മെയിൻ സബ്ജക്റ്റ് ആയിരുന്നു. അതുപോലെ ബോഡി ഓഫ് ക്രൈസ്റ്റ് കോൺസെപ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരം. സ്തോത്രം. നാം എല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തൻ്റെ മിഷണറി യാത്രകളിലൂടെ ആളുകളെ പഠിപ്പിക്കുക മാത്രമല്ല, പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും അവരെ എഴുതി ഓർപ്പിച്ചുണർത്തിയ ഒരു ധന്യനായ മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. ഇങ്ങനെ തൻ്റെ മിഷണറി യാത്രയുടെ സംഭാവനകളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞപ്പോൾ ഇവർ മടങ്ങി യെരുശലേമിലേക്ക് വരാനുള്ള കാരണം ഇവർ കടന്നുപോയ അന്ത്യോക്യയിലെ സഭയിലേക്കാണ് കടന്നു പോകേണ്ടത്. പക്ഷേ ഇവർ യെരുശലേമിലേക്ക് വരാനുള്ള കാരണം, ഈ ചർച്ചിൽ ഇവരായിരുന്ന ഇടത്ത് സഹോദരന്മാർ ചിലർ യഹൂദയിൽ നിന്ന് കടന്നു വന്ന് അവർ ചില കാര്യങ്ങളെ ഈ മറ്റ് ജാതികളായിട്ടുള്ള സഹോദരന്മാരുടെ, ജെൻഡൈൽസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ വന്ന് പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് സാൽവേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ മൊസേക്ക് ലോ, മോശയുടെ ന്യായപ്രമാണം നിങ്ങൾ പാലിക്കണം. അതിലെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ പുരുഷന്മാർ പരിച്ഛേദന ഏൽക്കണം. കാരണം ഇവർ ചിന്തിച്ചിരിക്കുന്നത് യേശു ഒരു ജൂ ആയിരുന്നു, ശിഷ്യന്മാരും ജൂസാണ്, പോളും ഒരു യഹൂദനാണ്. ഇവർ ഈ സുവിശേഷം അറിയിക്കുന്നത്
ഇവർ യഹൂദന്മാരായതുകൊണ്ടാണ് ഇവർക്ക് ഈ സുവിശേഷം ലഭിച്ചത്. അതുകൊണ്ട് ആരൊക്കെ യഹൂദന്മാരായി തീരണമോ അവരെല്ലാം ആരൊക്കെ ക്രിസ്ത്യൻസ് ആയി തീരണമോ അവരെല്ലാം ആദ്യം യഹൂദനായി തീരണം. യഹൂദനായി തീർന്നെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷ കൈവരിക്കുവാൻ കഴിയുള്ളൂ. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി. അപ്പം പോളിനും ബർന്നബാസിനും, പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം എഴുതി, പീറ്ററും ജെയിംസ് ഒന്നും പോളിന്റെ അരികിൽ ഒന്നുമല്ല. സ്തോത്രം. എങ്കിലും തന്നെക്കാൾ ശുശ്രൂഷയിൽ മുമ്പിൽ ഇറങ്ങിയ ഈ പീറ്ററിനെയും ജെയിംസിനെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. പോളിന് വേണമെങ്കിൽ പറയാം, ഞാൻ ഇതിന് ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. നോ, പോള് അതിന് ആധികാരികമായി കാര്യങ്ങളെ ആ കാലഘട്ടങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പീറ്ററിന്റെയും മറ്റ് ശിഷ്യന്മാരുടെയും അരികിലേക്ക് കടന്നു പോവുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ നിന്നൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. സ്തോത്രം. ഈ ലീഡർഷിപ്പിന് സബ്മിസീവായി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. സ്തോത്രം. ഇന്നെല്ലാവരും പൊതുവെ അവർ ഇൻഡിപെൻഡൻ്റ് ആയി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നമുക്ക് ഒരു ലീഡർഷിപ്പ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു കൂട്ടായ്മ മാത്രമല്ല, ഈ രാജ്യത്ത് നമ്മളോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ, നമുക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒട്ടനവധി കത്തുദാസന്മാരും ദൈവമക്കളും അയർലൻഡ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അയർലൻഡ് റീജിയനായിട്ട്, അയർലൻഡ് ആൻഡ് യൂറോപ്യൻ റീജിയനായിട്ട് നമുക്ക്, സ്തോത്രം, ഇവിടെ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം നമുക്കൊരു സാവകാശം നൽകിയിട്ടുണ്ട്. പോളും തൻ്റെ മുകളിൽ ഉള്ള ലീഡർഷിപ്പിനെ, മാനുഷികമായ ലീഡർഷിപ്പിനെ താൻ അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിക്കുകയാണ്. സ്തോത്രം. ഒരു സഭയായാൽ അതിനൊരു സിസ്റ്റമുണ്ട്, ഒരു കുടുംബമായാൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതെവിടൊക്കെ ലംഘിക്കപ്പെടുമോ അവിടെ നമുക്ക് ദൈവികമായ ബ്ലെസ്സിങ്ങിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. നോക്കണം, ഞാൻ മിടുക്കനാണ്, എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് പോൾ അവിടെ നിൽക്കുന്നില്ല. പോള് ആ കാര്യവുമായിട്ട്, സഹോദരന്മാരെ, നമുക്ക് ഈ കാര്യത്തെ യെരുശലേമിലെ സഭയിലേക്ക് കടന്നു ചെന്നു നോക്കണം. ഇപ്പം ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം അധ്യായത്തിൽ ഇവർക്കൊരു പ്രശ്നമുണ്ടായി. മേശമേൽ ശുശ്രൂഷിക്കുന്ന സഹോദരന്മാർ, അന്ന് യെരുശലേമിൽ മാത്രമേ ഉള്ളൂ സഭ. പക്ഷേ ഇപ്പോൾ ഇന്ന് ചർച്ച അല്ലെങ്കിൽ യെരുശലേമിനും യഹൂദയ്ക്കും ശമര്യയ്ക്കും ഗലീലയ്ക്കും ഒക്കെ അപ്പുറത്തേക്ക് ചർച്ചകൾ കടന്നുപോയി. അപ്പം ഇവരുടെ സെൻട്രൽ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ ആ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ നിലകൊള്ളുന്ന കർത്തൃദാസന്മാർ നിലകൊള്ളുന്ന ജെറുസലേമിലാണ്. ഒരു തർക്കസംഗതി വന്നു കഴിഞ്ഞാൽ അവർക്ക് കടന്നുപോയി സംസാരിക്കാൻ ഒരു ഇടമുണ്ട്. സ്തോത്രം. ഇത് വിളിച്ചറിയിക്കുന്ന യെരുശലേമിലേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞതിൻ്റെ തന്നെ കാരണം ഇത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലുള്ള ഒരു വിഷയമാണ്. അതങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഒരുപക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഇവർക്ക് സഭയ്ക്കും ഉണ്ടാകുകയില്ല. ഇതിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോകാമെന്ന ചിന്തയിലാണ് ഇവരവിടെ കടന്നു പോകുന്നത്. അപ്പൊ നോക്കണം, 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ ഡിസെൻഷനാണ്. ഇതെന്താണ് ഇതിന്റെ കാരണം? യെരുശലേം കൗൺസിലിന്റെ കാരണം എന്താണ്? 16-21 നമ്മൾ കാണുന്നു ഡിസ്കഷൻ. എന്താണ് ഈ മീറ്റിംഗിൽ നടന്ന ഡിസ്കഷൻ? ഇനി നമ്മൾ അതിനെ അല്പം കൂടെ ലഘൂകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷോർട്ടൺ ചെയ്ത് പല കാറ്റഗറി ആക്കി കഴിഞ്ഞാൽ 6-11 നമുക്ക് പീറ്റേഴ്സിന്റെ കമന്റ് കാണാം. പത്രോസിന്റെ കമന്റ്. പത്രോസ് എന്താണ് പറയുന്നത്? സ്തോത്രം. നമുക്കൊന്ന് നോക്കാം ഈ വിഷയത്തിൽ പത്രോസ് എന്താണ് പറഞ്ഞതെന്ന്. സ്തോത്രം. നമുക്കൊന്ന് 6 മുതലുള്ള വാക്യം 11 വരെയുള്ള വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിച്ച് ശുശ്രൂഷയെ സഹായിക്കാമല്ലോ. 6-11. ഈ സംഗതിയെക്കുറിച്ച് വിചാരിക്കുവാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ
നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, താങ്ക് യു സിസ്റ്ററെ, നമ്മളിവിടെ വായിച്ചത് പീറ്ററിനെ ശരിക്കും പറഞ്ഞ ദൈവം കൊർന്നല്യോസിന്റെ വീട്ടിൽ വിട്ടത് കൊർന്നല്യോസ് വിശ്വാസത്തിൽ വരാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഇവിടെ ഇപ്പം എന്താ പീറ്റർ പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ കുറച്ച് നാൾ മുമ്പ് ജാതികളുടെ ഇടയിലൊക്കെ കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ച കാര്യവും അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാര്യവും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമുക്ക് മാത്രമല്ല, വിശ്വസിക്കുന്ന ഏവർക്കും അത് ദൈവം നൽകുന്നു. തൻ്റെ അനുഭവത്തിൽ നിന്ന് എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ദൈവം നമുക്കെന്തിനാ അനുഭവം തരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന കേൾവിക്കാരിൽ ഇന്നും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജീവിക്കുന്ന സാക്ഷികളാണ് നമ്മളെല്ലാവരും. ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളും ഓരോ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന സാക്ഷികളാണ്. സ്തോത്രം. നമുക്കിപ്പം പെട്ടെന്ന് ഒരു ഞാനിവിടെ വന്ന സമയത്താണല്ലോ നമ്മൾ സാമോൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഞാനന്ന് ഇതിനു മുമ്പ് ഞാൻ ശുശ്രൂഷിച്ച ചർച്ചിൽ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു പൈതലിനെ വിടുവിച്ച കാര്യം പറഞ്ഞാണ് പലപ്പോഴും ഞാനന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ഞങ്ങൾ കോയമ്പത്തൂർ ശുശ്രൂഷയിലേക്ക് കടന്നുപോയ സമയത്ത് അവിടെ ഒരു കുഞ്ഞിനെ സമാനമായ സ്തോത്രം ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി 19ാമത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്ന് ഓപ്പറേഷൻ നടന്ന കുഞ്ഞാണെന്ന് പോലും അറിയത്തില്ല. അതുപോലെയുള്ളൊരു ദൈവിക വിടുതൽ. സ്തോത്രം. ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കും പെട്ടെന്ന് പറയാൻ പറ്റും, സ്തോത്രം, ഈ കർത്താവ് എന്നെ വിടുവിച്ചവനാണ്. നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞില്ല, എന്നെ ആ കഷ്ടതയിൽ നിന്ന് വിടുവിച്ച കർത്താവ് എന്നെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരും. അപ്പം ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ദൈവം എന്തിനാണ് നമുക്ക് ഡെലിവറൻസ് നൽകുന്നത്? നമ്മൾ അതിനെ മറന്നുപോകാതെ, സാഹചര്യങ്ങൾ ഓരോന്ന് വരുമ്പോൾ ഓരോ വ്യക്തിയോട് പറയുമ്പോഴും നമ്മൾ അതിനെ ഉയർത്തിക്കാട്ടണം. കർത്താവ് നമ്മളെ വിടുവിച്ചത്. സ്തോത്രം. കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നാം അത് മറന്നു പോകും. സ്തോത്രം. ഒരിക്കലും മറന്നു പോകാതെ കർത്താവിന് എപ്പോഴും മഹത്വം അർപ്പിക്കുവാനാണ് കർത്താവ് ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നത്. സ്തോത്രം. പീറ്ററിനെ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് വിട്ടു, ലുസ്രയിലേക്ക് പോയി, ലുദിയയിലേക്ക് പോയി. ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സ്തോത്രം പീറ്ററിനെ ദൈവം അയച്ചത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ നാമത്തെ വീണ്ടും അത് പറഞ്ഞു ഉയർത്തണം. സ്തോത്രം. ഒരു സ്ഥലത്ത് കടന്നു പോയപ്പോൾ സംഭവിച്ച ഒരു കാര്യത്തെ, ഒരു അത്ഭുതത്തെ, അതൊരു ശരിക്കും നടന്ന ഒരു കാര്യത്തെ അടുത്തൊരു സ്ഥലത്ത് പറയുന്നത് യേശു ക്രിസ്തു അത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ സാക്ഷ്യങ്ങൾ എന്തുകൊണ്ട് നമ്മൾ പറയണമെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു വ്യക്തിയെ ആ വിഷയത്തിൽ കടന്നു പോകുന്ന അനുഭവത്തിൽ അവർ ഉറപ്പിക്കും. എല്ലാവരും ഒരേ സാഹചര്യത്തിലൂടെയല്ലോ കടന്നു പോകുന്നത്. ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പലരുമുണ്ട്. നമ്മളെല്ലാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒന്നല്ല. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ ഈ പറയുന്ന എല്ലാ സന്ദേശങ്ങളും ഒരു വ്യക്തിക്ക് എല്ലാം അതൊരു മെസ്സേജായി തീരണമെന്നില്ല. ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. സ്തോത്രം. അങ്ങനെ പീറ്റർ എഴുന്നേറ്റ് പീറ്ററിൻ്റെ ഒരു കമന്റ് അവിടെ പറയുകയാണ്. പിന്നീട് നമ്മൾ ഒറ്റ വാക്കിൽ, അത് ലൂക്കോസ് അത് എത്ര സമർത്ഥമായിട്ടാണ് എഴുതിയേക്കെന്ന് അറിയാമോ? ഈ നടന്ന കാര്യങ്ങളെല്ലാം 13ഉം 14ഉം അധ്യായത്തിലെ കാര്യങ്ങൾ മുഴുവനും കൂടെ അങ്ങോട്ട് എഴുതാൻ പോയി കഴിഞ്ഞാൽ അതല്ലല്ലോ. നോക്കണം, പോളും ബർന്നബാസും എഴുന്നേറ്റ് നിന്ന് ഒറ്റ വാക്കിൽ, അതൊന്ന് വായിച്ചാട്ടെ സിസ്റ്റർ, ഒന്ന് വായിച്ചാട്ടെ. വേഴ്സ് 12. ജനസമൂഹമെല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതിയുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. നോക്കണേ, മതി സിസ്റ്ററെ, ആ പ്രസന്റേഷൻ ഒന്ന് നോക്കി. ഇവർ ഈ ജനമെല്ലാം ഇങ്ങനെ ശബ്ദകോലാഹലങ്ങളുടെ നടുവിൽ ബർന്നബാസും പോളും, ആ എഴുത്തൊന്ന് നോക്കണം പോള്. ഇതുവരെ ഇച്ചിരി കഴിയുമ്പോൾ, അല്പം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പോൾ ആൻഡ് ബർന്നബാസ് എന്നാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നിടത്തെല്ലാം ബർന്നബാസാണ് ഒന്നാമത് വരുന്നത്. കാരണം ബർന്നബാസാണ് ഇപ്പോൾ ഇതുവരെയുള്ള രീതിയിൽ ബർന്നബാസാണ് യെരുശലേം സഭയോടുള്ള ബന്ധത്തിലും പ്രധാനപ്പെട്ട ഒരാളായി നിൽക്കുന്നത്. സെക്കൻഡാണ് പോളിന്റെ പേര് വരുന്നത്. അല്പം കൂടെ കഴിയുമ്പോൾ പോൾ ആൻഡ് ബർന്നബാസായി മാറുന്നുണ്ട്. സ്തോത്രം. ഇവർ രണ്ടുപേരും അത് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ പോളിനെ പോലും
ഈ യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് മിഷണറി യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു മനുഷ്യനാണ് ബർന്നബാസ്. സ്തോത്രം. എഴുത്തുകാരൻ്റെ ആ രീതി ഒന്ന് നോക്കണേ. സ്തോത്രം. ഈ സംഭവം ഒക്കെ ഉണ്ടായിട്ടാണല്ലോ എഴുത്തുണ്ടായത്. അങ്ങനെ ഉണ്ടെങ്കിൽ പോളിനെ തന്നെ ആദ്യം എഴുതി വെക്കാമെന്നല്ല, ആ സ്വീക്വൻസിനനുസരിച്ച്. മാത്രമല്ല, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, സ്തോത്രം, ഞാൻ ഈ പല ചർച്ചകളിലും ശുശ്രൂഷയിലായിരുന്നപ്പം ചില ആളുകൾക്ക് ചില കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുവാൻ അവർക്കൊരു കഴിവുണ്ട്. സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ അവർ പ്രസന്റ് ചെയ്യുമ്പം നമ്മുടെ കണ്ണിന് മുമ്പിലൂടെ ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് എന്നും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേൾക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വായനക്കാർക്കും കേൾവിക്കാർക്കും അത് അരോചകമായി തീരും. സ്തോത്രം. ഇവിടെ ഓൾറെഡി സംഭവിച്ചൊരു കാര്യം 13ഉം 14ഉം അധ്യായത്തിൽ പറഞ്ഞ കാര്യത്തെ വീണ്ടും ഒന്ന് എഴുത്തുകാരന് എന്നാൽ പിന്നെ ഒരു 2 അധ്യായം കൂടെ കിടക്കട്ടെ എന്ന് ഓർത്ത രീതിയിൽ എഴുതിയില്ല. അവർ പറഞ്ഞ കാര്യം, കാരണം നമ്മുടെ ഇത് വായിക്കുന്നവർക്കെല്ലാം അറിയാം എന്താണ് സംഭവിച്ചത്. അതാണ് ഒരു എഴുത്തുകാരൻ. സ്തോത്രം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പൊതുവായിട്ട്, സ്തോത്രം, ചിലർക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ല. സ്തോത്രം. നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ ആ നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും, സ്തോത്രം, നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ അവിടെ ഒരു തെങ്ങ് നിന്നാടിയെന്നും ആ തെങ്ങ് പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു കമുകുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അധ്യായം സമയമാണ്. നമ്മൾ വി കൺസ്യൂം അതേഴ്സ് ടൈം. മറ്റുള്ളവരുടെ സമയം കൂടെ നമ്മളത് കവർന്നെടുക്കുകയാണ്. സ്തോത്രം. എത്ര സമർത്ഥമായിട്ടാണെന്നറിയാമോ ലൂക്ക് ഇതിനെ എഴുതുന്നത്. ഒറ്റ വാക്യത്തിൽ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യത്തെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. സ്തോത്രം. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് അവിടെ ഉണ്ട്. ജെയിംസ് 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ജെയിംസ്, അത് ഞാൻ വായിപ്പിക്കുന്നില്ല, ദീർഘമായ ഒരു ഭാഗമാണ്. 13 21 വരെ ജെയിംസ് എഴുന്നേറ്റ് നിന്ന് ജെയിംസിന്റെ കമന്റ്, സ്തോത്രം, അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സ്തോത്രം, അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അവർ പറഞ്ഞ് നിർത്തിയതിന് ശേഷം, ഇത് വലിയൊരു ഇങ്ങനെയുള്ളൊരു ഡയലോഗിൽ, ഇതിപ്പം മോണോലോഗ് അല്ലല്ലോ, ഡയലോഗാ. ആളുകളെല്ലാം ഇരിപ്പുണ്ട്. അതെ, പൊതുവേ ദൈവമക്കളെല്ലാം പറഞ്ഞതിന് ഇടയ്ക്ക് കയറി പറഞ്ഞ് നല്ല എഴുത്തുകാരൻ പറയുന്നു. സ്തോത്രം. ഇങ്ങനെ ഈ ഡയലോഗുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലര് അവരുടെ സെന്റൻസ് തുടങ്ങുന്നത് തന്നെ നോ എന്ന് പറഞ്ഞു, അല്ല, അങ്ങനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഇതുവരെ പറഞ്ഞത് ഒന്നും ശരിയല്ല. ചിലർ തുടങ്ങുന്നത് അങ്ങനെ. വലിയ ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒത്തിരി കാര്യങ്ങൾ വളരെ സമയമെടുത്ത് പ്രസന്റ് ചെയ്തു. അടുത്ത ആൾ എണ്ണിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് നോ, അങ്ങനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞത് മനുഷ്യന്റെ സമയവും തീർന്നു, ഈ പുള്ളിക്കാരൻ്റെ വായിലെ ഇത്രയും പറഞ്ഞ വാക്കുകളും തീർന്നു. നോ എന്നതുകൊണ്ട് എപ്പോഴും ഒരു ഡയലോഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഡയലോഗ് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പം ഇതുവരെ പറഞ്ഞ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടെ, ഒരു ഒപ്പോസിഷൻ റെസ്പെക്റ്റോടു കൂടെ വേണം തുടങ്ങാൻ. പൊതുവെ ആളുകളെല്ലാം അറിവ് കൂടാതെയോ തുടങ്ങുന്നത് നോ എന്ന് പറഞ്ഞ് തന്നെയാണ്. സ്തോത്രം. അപ്പം പറഞ്ഞു തീർന്നതിന് ശേഷം, ഈ പുസ്തകം നമ്മളെ ഒത്തിരി മോറൽ ലെസൺസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന, നമ്മൾ പ്രാക്ടിക്കൽ ലെസൺസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടുന്ന. എഴുത്തുകാരൻ പറയുകയാണ്, യാക്കോബ് യേശുക്രിസ്തുവിന്റെ സഹോദരനായിരുന്നു. തനിക്ക് വേണമെങ്കിൽ അവരെ എഴുത്താം, സഹോദരന്മാരെ ഇത് ഒത്തിരി കേട്ടതാ, അവിടെ ഇരിക്കേ. സ്തോത്രം. ഒരു ചർച്ചിനോടുള്ള ബന്ധത്തിൽ അവരെ അങ്ങനെ അവിടെ ഇരുത്തുകയല്ല ചെയ്തത്. നിങ്ങൾ പറയുന്നതൊക്കെ നമുക്കറിയാം. ഇനി ഞാനൊന്ന് പറയട്ടെ. സ്തോത്രം. അങ്ങനല്ല, അവർ പറഞ്ഞ്, അത് നമുക്ക് വാക്കി നോക്കി. സ്തോത്രം. അവർ പറഞ്ഞ് നിർത്തിയ ശേഷം, സ്തോത്രം. പണ്ടൊരു പാസ്റ്റർ പുതുതായിട്ട് ട്രാൻസ്ഫർ ആയി ഒരു ചർച്ചിലേക്ക് പോയതാണ്. അപ്പം താൻ മുമ്പിരുന്ന ചർച്ചുകളിൽ ഈ ആളുകൾ കുറേ നേരം സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ താൻ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അപ്പം വിശ്വാസികൾ അങ്ങിരിക്കും. പാസ്റ്റർ വിസിലടിച്ചത് അതുകൊണ്ടിരിക്കും. പുതിയൊരു ചർച്ച ചെന്ന് കഴിഞ്ഞപ്പം പാസ്റ്റർ ആരൊരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു തുടങ്ങി. അപ്പോൾ പാസ്റ്റർ എണീച്ച് സ്തോത്രം പറയാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചി ഓർത്ത് പാസ്റ്റർക്ക് ഇതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. അമ്മച്ചി നിർത്തിയില്ല. പിന്നീട് പാസ്റ്റർക്ക് പറയേണ്ടി വന്നു, ഞാൻ ഈ എണ്ണിച്ച് സ്തോത്രവും ആമയും പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കണം, നിർത്താനായി പറയുന്നത്. അപ്പം
അങ്ങനെ നിർത്തിക്കുന്നവരുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ഇവിടെ നിർത്തിക്കുകയായിരുന്നല്ല ചെയ്ത്. അവർ പറഞ്ഞ് അവർക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം എവിടാണ് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയാനുള്ളവർക്ക് പറയാനുള്ളത് മുഴുവനും പറയാൻ അങ്ങ് അവസരം കൊടുക്കണം. ഒരു ദിവസം ഒരു കേൾവിക്കാരായി നമ്മൾ അങ്ങ് ഇരിക്കണം. സ്തോത്രം. അത് എവിടെയാകട്ടെ, കുടുംബമാകട്ടെ, ചർച്ച ആകട്ടെ, ഒരു ബുദ്ധിമുട്ട് ഒരാളിനോട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരാളുടെ ഹൃദയത്തിലുള്ളത് മുഴുവനും പറഞ്ഞു തീർന്നു കഴിയുമ്പം പിന്നീട് കാണത്തില്ല. സ്തോത്രം. പീറ്റർ ഇതിനിടയ്ക്ക് ജെയിംസ് കയറി പറഞ്ഞായിരുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, പുരുഷന്മാർക്ക് ഒരു ദിവസം ഒരു 5000 വേർഡ്സേ ഉള്ളൂ. ഇത് രണ്ടുപേരും സഹോദരന്മാര്. ഇവർ 5000 വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സംഭവം തീർന്നു. പീറ്റർ ഇപ്പം പറഞ്ഞ് പീറ്ററിന്റെ സംസാരം തീർന്നു. ഈ പീറ്ററൊക്കെ പറഞ്ഞ് ഇത്രയും വാക്കുകൾ മാത്രമല്ല കേട്ടോ, കുറച്ചേറെ നേരമാണ് സംസാരിക്കുന്നത്. എഴുത്തുകാരൻ ഇത്രയും അവർ പറഞ്ഞത് മുഴുവനും, അവർ പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞ ആമേനെന്നും അവരിടയ്ക്ക് പറഞ്ഞ സ്തോത്രമെന്നും അവരിടയ്ക്ക് പറഞ്ഞ പ്രൈസ് ദി ലോർഡ് ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അതിലെഴുതിയ കണ്ടന്റ് ഇവർ അടുത്ത ആള് ബർന്നബാസും പോളും കൂടെ പറഞ്ഞത് ഒറ്റ വാക്യത്തിൽ നിർത്തിയിരിക്കുകയാണ്. എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് പറഞ്ഞ് തീർന്നതിന് ശേഷം, പറഞ്ഞ് നിർത്തിയ ശേഷം, സ്തോത്രം, യാക്കോബ് ഉത്തരം പറഞ്ഞത്. യാക്കോബ് പറഞ്ഞത് ഇവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഹി ആൻസേർഡ്. സ്തോത്രം. ഒരു ആശ്വാസ വചനമായിട്ടാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇതൊരു പഠനമാണ്. പഠനത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം, ഇവർ ഈ സുവിശേഷ യാത്രയിൽ, ഒന്നാം മിഷണറി യാത്രയിൽ ചെയ്ത പ്രവർത്തികൾക്കെല്ലാം ഒറ്റ വാക്കുകൊണ്ട് ഈ യഹൂദയിൽ നിന്ന് വന്ന സഹോദരന്മാര് നാശം വരുത്തി. ഇവർ പറഞ്ഞു രക്ഷ വിശ്വാസത്താലാണ്, നീതീകരണ വിശ്വാസത്താലാണ്. പക്ഷേ യഹൂദയിൽ നിന്ന് വന്ന സഹോദരന്മാർ പറഞ്ഞു, അവിടെ എന്താ വായിക്കുന്നത്? സ്തോത്രം. 1-ാമത്തെ വാക്യം, പരിച്ഛേദന മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ഇവര് പ്രസംഗിച്ചതെല്ലാം വ്യർത്ഥമായി തീർന്നു. അപ്പം ഇത്രത്തോളം കഷ്ടപ്പെട്ട് സുവിശേഷം യാത്ര ചെയ്ത്, ഇന്നത്തെ പോലുള്ള സൗകര്യമൊന്നുമില്ല, കടലിലൂടെ യാത്ര ചെയ്ത് കുപ്രോസിൽ ചെന്ന്, കുപ്രോസിൽ നിന്ന് സ്തോത്രം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ഇവരുടെ 1-ാം മിഷണറി യാത്ര അങ്ങോട്ട് തീരാറായപ്പോഴത്തേക്ക് ഒരുത്തം വന്ന് പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ പ്രസംഗം ഒന്നുമല്ല. സ്തോത്രം. ഒരാള് ഒരു പാസ്റ്ററോ ഒരു ശുശ്രൂഷകനോ ഒരു സഭാരാധന എല്ലാം പ്രാർത്ഥിച്ച് തുടങ്ങി, ദൂതും പറഞ്ഞ് സങ്കീർത്തനവും വായിച്ച് പ്രബോധിപ്പിച്ച് പ്രസംഗമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരാള് പുറയിൽ നിന്നൊരു കമൻ്റ് അടി, ഇതിനേക്കാൾ നല്ലത് നമ്മൾ പവർ വിഷൻ ചാനലിൽ ഇന്നത്തെ മീറ്റിംഗ് അങ്ങ് കൂടിയാൽ മതിയായിരുന്നു. സ്തോത്രം. ഇതുപോലെയാണ് ഈ പറയപ്പെട്ട കാര്യം. നമ്മൾ വീട്ടിലിരുന്ന് ആരാധന അങ്ങ് കൂടിയാൽ മതിയായിരുന്നു. ഇവർ 13-14 അധ്യായത്തിൽ വായിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഓടി നടന്ന് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം വന്ന് ഒരു മനുഷ്യൻ വന്ന് പറയുക, രക്ഷിക്കപ്പെടണമെങ്കിൽ പരിച്ഛേദനയേക്കണം. എപ്പോഴും ഈ വിത്ത് കിളിച്ചു വരുന്നതിനേക്കാൾ പെട്ടെന്ന് കിളിച്ചു വരുന്നത് കളയാ, വീഡ്സ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നട്ട കപ്പയും ചേമ്പും കിളിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ അഴുക്കായിട്ടുള്ള കളകളാ പെട്ടെന്ന് വളർന്നു വരുന്നത്. സ്തോത്രം. ഈ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടാലും ഒരു തിന്മയുടെ കാര്യമാണ് പെട്ടെന്ന് അട്രാക്ഷൻ കൊണ്ടുവരുന്നത്. സ്തോത്രം. അവരെല്ലാം ഒരുമിച്ച്, ഈ ദൂത് കേട്ട ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് അവരുടെ മനസ്സിലേക്ക് അങ്ങ് പതിഞ്ഞു, രക്ഷിക്കപ്പെടണമെങ്കിൽ പരിച്ഛേദനയേക്കണം. അത് മാത്രമല്ല, ഈ ചില ആചാരങ്ങളുണ്ട്, അത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഫുഡ്, ആഹാരങ്ങളോട് ബന്ധപ്പെട്ട. അപ്പം ഇവർ ഈ 2 തരത്തിലാണ്. ലോ ഒബ്സർവിങ് ക്രിസ്ത്യൻസ് ആയിട്ടാണ് ഈ ജൂസ് നിൽക്കുന്നത്. ലോ ഇഗ്നറിങ് ക്രിസ്ത്യൻസ് ആയിട്ടാണ് ജെൻഡൈൽസ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ ഒരു കൂട്ടർ അനുസരിക്കുന്നു, ഒരു കൂട്ടർ അനുസരിക്കുന്നില്ല. ഹൗ ക്യാൻ ദേ കോ എക്സിസ്റ്റ്? ഇവർക്ക് എങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും? ഒരു കൂട്ടം ആളുകൾ പറയുന്നത് പരിച്ഛേദന ഏൽക്കണം, ഒരു കൂട്ടം ആളുകൾ പറയുന്നത് പരിച്ഛേദന ഏൽക്കേണ്ട. ഇത് 6-ാം അധ്യായത്തിലെ പോലുള്ള വിഷയമല്ല. ഇത് 2 എത്നിസിറ്റിയുമായിട്ടുള്ള വിഷയമാണ്. 2 സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. ഇവർക്ക് പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്ത് പോലുമില്ല. ഇവർക്ക് ആഹാരങ്ങൾ, പല കാര്യങ്ങൾ, ആഹാരങ്ങളോടുള്ള ബന്ധത്തിൽ
യഹൂദന്മാർ കഴിക്കുന്ന ആഹാരം, സ്തോത്രം, അത് മാത്രമേ നമുക്കറിയാം, ഒരു രാജ്യത്ത് നമ്മളായിരിക്കുമ്പം ആ രാജ്യത്ത് കിട്ടുന്ന ആഹാരമുണ്ടല്ലോ, ആ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ ആളുകൾ എവിടെ പോയാലും, അതിനെയും ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയാലും, നമുക്ക് മട്ടയരിയും നമുക്ക് സാമ്പാറും അതൊക്കെ വേണം. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഏത് ലോകരാജ്യത്ത് പോയാലും നമ്മൾ മലയാളം ന്യൂസേ കാണത്തുള്ളൂ, നമ്മൾ മലയാളം ആഹാരമേ കഴിക്കത്തുള്ളൂ. സ്തോത്രം. ഇവിടെ ഇരുന്നുകൊണ്ട് ഏഷ്യാനെറ്റും ഇവിടെ ഇരുന്നുകൊണ്ട് 24 ചാനലും കണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് പിന്നെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യം അറിയാവുന്നേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് കേരളത്തിലും വയനാട്ടിലും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാം. പക്ഷേ ഈ ദിവസങ്ങളിൽ UK മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്ക് ഈ ആഹാരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിൽ ഇവർക്കറിയത്തില്ല. കാരണം ഒരു രാജ്യത്ത് കഴിക്കുന്ന ഒരു ആഹാരം മറ്റൊരു രാജ്യത്ത് അവർ കഴിക്കത്തില്ല. സ്തോത്രം. അപ്പൊ ഈ യഹൂദന്മാർക്ക് ന്യായപ്രമാണപ്രകാരം ലഭിച്ചിരിക്കുന്ന പല ആഹാരങ്ങൾ, ആ ആഹാരങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പന്നിയെ കഴിക്കും. യഹൂദന്മാർ അത് കഴിക്കത്തില്ല. ഇവർ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇവരുടെ ലവ് ഫീസ്റ്റ് ചിലപ്പോൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നമായി തരും. അപ്പൊ ഇതിനെ പോളിനും ബർന്നബാസിനും മനസ്സിലായി, ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് സ്റ്റേറ്റും റീജിയനുമായിട്ടൊന്നൊക്കെ ഉള്ള, ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് പേരെ മാറ്റി സ്റ്റേറ്റ് ആക്കി, കുറച്ച് പേരെ മാറ്റി റീജിയൻ ആക്കി. ഇങ്ങനെയല്ല അന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഇവർ ഒരുമിച്ച് നിൽക്കണം. സ്തോത്രം. നമ്മുടെ 19-20 നൂറ്റാണ്ടിലെ ഉണർവിൻ്റെ സമയത്ത് പെന്തക്കോസ് കൂട്ടായ്മകളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ, സ്തോത്രം, ലീഡർഷിപ്പിന് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് ദൈവജനം വിഭജിക്കപ്പെട്ടു. ഇന്ന് കേരളത്തിലുള്ള പല സഭകളും കേരളത്തിലുള്ള പല ചർച്ചുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിഭജിച്ച് നിൽക്കുകയാണ്. ഒരേ ഹെഡിങ്ങിൽ ഒരേ ലീഡർഷിപ്പിൻ്റെ പോലെയുള്ള പേരുകളുടെ അണ്ടറിലാണ് നിൽക്കുന്നതെങ്കിലും വ്യത്യസ്തങ്ങളായ ലീഡർഷിപ്പിലാണ് അവർ കടന്നു പോകുന്നത്. പേരൊന്നാണ്, ലീഡർഷിപ്പ് വേറെയാണ്. കാരണം എന്താണ്? അവർക്ക് ഈ കാര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ഒരു പ്രോപ്പർ ഡിസിഷൻ അവർക്കെടുക്കാൻ കഴിഞ്ഞില്ല. പ്രിയരെ, ഇന്ന് ഈ സന്ധ്യയിൽ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഒരു കുടുംബമായാലോ ഒരു ചർച്ചായാലോ ഒരു ഇടമായാലോ അവിടെ ഉണ്ടാകുന്ന ഏതൊരു കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിന് വിധേയപ്പെട്ട് നമ്മൾ തീരുമാനങ്ങളിലൂടെ യാത്ര ചെയ്താൽ അതിന് ശുഭകരമായ ഒരു പരിസമാപ്തി ദൈവം നമുക്ക് നൽകും. ഇങ്ങനെ ഈ ചർച്ച ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ലീഡർഷിപ്പിൻ്റെ ഇടയിലേക്ക് വന്നു. അവർ മാനുഷികമായ തീരുമാനമല്ല എടുത്തത്. സ്തോത്രം. യഹൂദന്മാർക്ക് കോഷർ ഫുഡ് ഉണ്ട്. കോഷർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പരിചിതമായൊരു വാക്കാണ് ഹലാൽ ഫുഡ്. സ്തോത്രം. ഹലാൽ എന്നതിന് യഹൂദന്മാർ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ കോഷർ ഫുഡ് എന്നാണ് പറയുന്നത്. സ്തോത്രം. അത് ഇസ്ലാമിക് വേൾഡിൽ അത് ഹലാൽ. സ്തോത്രം. അപ്പം ഈ കോഷർ ഫുഡ് തന്നെ അവർ കഴിക്കണം. അത് മാത്രമല്ല, പരിച്ഛേദനയും ഏൽക്കണം. ഇതൊരു വലിയ വിഷയമായിട്ട് മാറി. ആഹാരം ഒരു വിഷയമായി മാറി. അവരുടെ ലൈഫിനോട് ബന്ധപ്പെട്ട് ഒരു വലിയ വിഷയം കടന്നു വന്നു. സ്തോത്രം. അപ്പം ഇവർ ചെയ്ത കാര്യം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവർ ഈ വിഷയത്തെ പ്രാർത്ഥിക്കുന്നവരുടെ അരികിലേക്ക്, നമുക്കറിയാം പീറ്ററും ജെയിംസും ഈ ബർന്നബാസും പോളൊക്കെ പ്രാർത്ഥിക്കുന്നവരുടെ അരികിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവന്നു. അവരെന്ത് ചെയ്തെന്നറിയാമോ? അതിനൊരു പ്രോപ്പർ മറുപടിയെ പറയുകയല്ല ചെയ്തത്, പറഞ്ഞു. പക്ഷേ ഒരു ലെറ്ററായി അവർക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ആ ലെറ്റർ ഒന്ന് നമുക്ക് വായിക്കാം. ലെറ്റർ ടു ആന്റിയോക്ക് 22-30, 22 മുതൽ 30 വരെയുള്ള വാക്യം ജെനസിസ് ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർഷബാസ് എന്ന യൂദയെയും ശീലാസിനെയും നിയോഗിച്ചു. അവരുടെ കൈവശം എഴുതി അയച്ചത് എന്തെന്നാൽ, അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കിയയിലും ജാതികളിൽ ചേർന്ന സഹോദരന്മാർക്കും വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു
നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുക കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസിനോടും പൗലോസിനോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമരപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായി ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം. എന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. മതി സിസ്റ്റർ, താങ്ക് യു. നോക്കണേ, എത്ര വ്യക്തമായിട്ടാണ് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എഴുതിയേക്കുകയല്ല. സ്തോത്രം. ഒരു കൺവിക്ഷനാണ്. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും എത്ര പ്രാഗൽഭ്യത, ദൈവദിനമാണ് ദൈവമക്കളെ. സ്തോത്രം. പരിച്ഛേദന എന്ന വിഷയത്തെപ്പറ്റി ചിലതൊക്കെ പറയാമല്ലോ, ഇത് മറുപടി അർഹിക്കുന്നില്ല. കാരണം അവർ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിനൊരു മറുപടിക്ക് ആവശ്യമേ ഇല്ല. അത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയതാണ്. പക്ഷെ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ, കാരണം അന്ന് നിലനിന്നിരുന്ന ചില സാമൂഹിക വ്യവസ്ഥിതിയിൽ ചില വിഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ജാതികമായ ആരാധനകളോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അത് അവർ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യാതിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം. എന്നല്ലാതെ അധികമായ ഒരു ഭാരവും നിങ്ങളുടെ മേൽ വെക്കണമെന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും, അതിന് അടിയിലൊന്ന് വരയിടണം ദൈവമക്കളെ, ഞങ്ങൾക്കും, സ്തോത്രം, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ ആ വാക്കിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാണ്. വേഴ്സ് 28 ആണ്. സ്തോത്രം. And it seemed good to the Holy Ghost and to us to lay upon you no greater burden than these necessary things. ഈ പറയപ്പെട്ട ആവശ്യകരമായ, കാരണം ആ സ്ഥലത്തും ആളുകൾ വിഗ്രഹാർപ്പിതവും ഇവർ വീണ്ടും വന്ന് വിഗ്രഹാർപ്പിതം കഴിക്കുന്നു. അപ്പം ഇവരുടെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റൊരു കാര്യത്തിലും, സ്തോത്രം, അവർക്ക് അവരുടെ മേൽ ഭാരം ചുമത്തുവാൻ അപ്പോസ്തോലന്മാരോ സഹോദരന്മാരോ തീരുമാനിച്ചില്ല. ഇന്ന് സന്ധ്യയിൽ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പരിഹാരമുണ്ട്. സ്തോത്രം. അത് നമുക്കിങ്ങനെ തോന്നാം, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും അതുതന്നെ ആണ് എന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് ഹിതമായ കാര്യം തന്നെയാണോ നാം പ്രവർത്തിക്കുന്നത്, നാം ചെയ്യുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണോ നാം ചിന്തിക്കുന്നത്? ഇന്ന് രാത്രികാലം സ്വയശോധനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതെന്താ സംഭവിച്ചത്? ജെറുസലേം കൗൺസിൽ ഏറ്റവും അത് അനുഗ്രഹിക്കപ്പെട്ട, അതൊരു അടിച്ചു പിരിഞ്ഞ ഒരു മീറ്റിംഗ് ആയിട്ട് തീർന്നില്ല. നോക്കണം, എത്ര ഇന്നത്തേക്കാൾ അവിടെ വാഗ്വാദമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നല്ല വാഗ്വാദം ഉണ്ടായി. ഒന്നാമത്തെ ഇവര് അന്ത്യോക്യയുടെ ആ സ്ഥലങ്ങളിൽ വെച്ച് നടന്ന വാഗ്വാദം പോലെ തന്നെ, സ്തോത്രം, വേഴ്സ് 7 എന്ന് നിങ്ങൾ നോക്കണം, 15 വേഴ്സ് 7. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, ഇവരിവിടെ വന്നപ്പോഴും, സ്തോത്രം, അവര് ഈ വിഷയത്തെപ്പറ്റി, ആൻഡ് there had been much disputing, അവിടെ ഭയങ്കരമായ തർക്കമുണ്ടായി. ഇവർ ഈ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ, ഈ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ പീറ്റർ എഴുന്നേക്കാൻ നല്ല നോ. അവിടെ ആ സാഹചര്യത്തെ എന്തുകൊണ്ടാണ് പീറ്ററിനും ബർന്നബാസിനും പോളിനും ആദ്യം സമയം കൊടുക്കാഞ്ഞത്? ഇവർക്ക് ചേർന്ന കാര്യമല്ല. ഈ സുവിശേഷം നമ്മുടെ സുവിശേഷമാണ്. ഇതെന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത്? അവിടെ കൊടുത്തോണ്ടല്ലോ ഇതിലൊക്കെ ഉണ്ടായത്. സ്തോത്രം. പണ്ടൊരിക്കൽ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയ 2 മിഷണറിമാരെ അവിടെ ആളുകൾ ഉപദ്രവിച്ചു. അപ്പോൾ ഒരു കൗൺസിൽ കൂടി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവിടെ പോയത് കൊണ്ടല്ലോ ഇത് സംഭവിച്ചത്? ഇവർക്കും പറയാം, എന്തിനാണ് നമുക്ക് കിട്ടിയ സുവിശേഷം അങ്ങോട്ട് കൊണ്ട് കൊടുത്തത്? 1-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ ലഭിച്ച സുവിശേഷം എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സുവിശേഷമായിരുന്നു. നോക്കണം, 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചരിത്രവും പാരമ്പര്യവും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, തോമാസ് ലീഹായിലൂടെ, സ്തോത്രം, കേരളത്തിലേക്ക് ചെന്നെത്തിയ സുവിശേഷം ഒരു കൂട്ടം എലൈറ്റ് ആയിട്ടുള്ള, സ്തോത്രം, ആളുകളുടെ കരത്തിൽ മാത്രമാണ്. കാരണം അവിടെ ഒരു ജാതിക വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൺവേർഷൻ എന്നതിൽ ഇന്ത്യൻ സമൂഹം ഇന്നും
കൺവേർഷനിൽ ഇന്ത്യൻ സമൂഹം എന്തുകൊണ്ടാണ് കൺവേർഷനെതിരെ ഇന്ത്യയിലൊക്കെ പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ഇന്ത്യൻ കോൺസെപ്റ്റ് ദേ ഡോണ്ട് ബിലീവ് ഇൻ കൺവേർഷൻ. നീ ഒരു ബ്രാഹ്മണനായി ജനിച്ചാൽ നിനക്ക് ബ്രാഹ്മണനായി തന്നെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. നീ ക്ഷത്രിയനാണോ, നിനക്ക് ക്ഷത്രിയനായി തന്നെ. ഈ ജാതി വ്യവസ്ഥിതികളിൽ ഇന്ത്യൻ സമൂഹത്തിൽ വെച്ചിരിക്കുന്നത്, വൺസ് യു ബോൺ ആസ് എ ക്ഷത്രിയ യു വിൽ ഡൈ ആസ് എ ക്ഷത്രിയ. യു കനോട്ട് ചേഞ്ച് യുവർ കാസ്റ്റ്. നിന്റെ മതം നിനക്ക് മാറ്റാൻ പറ്റത്തില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തെ നിനക്ക് മാറ്റാൻ പറ്റത്തില്ല. നിന്റെ ഒക്കുപ്പേഷൻ നിനക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് പലപ്പോഴും ഒക്കുപ്പേഷനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട്, അതുകൊണ്ടാണ് ആ ജാതി വ്യവസ്ഥയെ വർണ്ണ വ്യവസ്ഥിതി, ഒക്കുപ്പേഷൻ തിയറി എന്നൊക്കെ ഉള്ള ഒരു തിയറികളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് സുവിശേഷം വന്നെത്തിയപ്പോൾ they thought that Christianity is a religion of elite group, high class people. പോർച്ചുഗീസിന്റെ ആളുകൾ 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എത്തുന്നത് വരെ സുവിശേഷം എലൈറ്റ് ഗ്രൂപ്പിന്റെ കരത്തിൽ മാത്രമായിരുന്നു. സ്തോത്രം. ഇങ്ങനെ ആളുകൾ പറഞ്ഞു, എന്തിനാണ് ഡിസ്പ്യൂട്ട് നടന്നതായിരിക്കാം, എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത് ഈ സുവിശേഷം, നമ്മുടെ മസിഹയെ എന്തിനാണ് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോയത്? ഇതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ പീറ്റർ സ്റ്റുഡ് അപ്പ്. പത്രോസ് ആത്മാവിൽ എഴുന്നേറ്റ് നിന്നു. അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമായി. അന്ന് അവിടെ അങ്ങനെ എഴുന്നേറ്റ് നിന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും സുവിശേഷം 1-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലായിരുന്ന ഒരു അവസ്ഥയിൽ ഇന്നും ക്രിസ്ത്യാനി ആയിത്തീർന്നതിന് ധന്യനായ പൗലോസിന്റെ കാര്യത്തിലേക്ക് സുവിശേഷം എത്തിയത് കൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ നമ്മളും ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നാം യേശുവിനെ അറിഞ്ഞത് ഒരു യഹൂദനായി തീർന്നത് കൊണ്ടല്ല, പരിച്ഛേദന ഏറ്റത് കൊണ്ടുമല്ല, രക്ഷവിശ്വാസത്താൽ സ്വീകരിപ്പാൻ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യെരുശലേം കൗൺസിൽ ഒരു ബ്ലസ്സഡ് മീറ്റിംഗ് ആയി പര്യവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്ന സങ്കീർണമായ ഈ ലോകത്ത്, നമ്മുടെ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ നമുക്കും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ